നീറുന്ന മുറിവുകൾ സമ്മാനിച്ച മണ്ണിടിച്ചിലിന്റെ വേദന അല്പനേരത്തേക്കെങ്കിലും മറന്ന് കൃത്രിമക്കാലിൽ എഴുന്നേറ്റുനിന്ന് സന്ധ്യ. തന്റെ ചികിത്സയ്ക്കായി സഹായം നൽകിയ നടൻ മമ്മൂട്ടിയെ നേരിൽ കണ്ടപ്പോഴുണ്ടായ സന്തോഷത്തിലായിരുന്നു സന്ധ്യ. ദുരന്തം സർവ്വതും കവർന്നെടുത്തെങ്കിലും താരത്തിന്റെ കരുതലും പുതിയ ചുവടുകളും സന്ധ്യയ്ക്ക് നൽകുന്നത് ജീവിതത്തിലേക്ക് തിരികെ വരാനുള്ള വലിയൊരു പ്രതീക്ഷയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 25-ന് അടിമാലി കൂമ്പൻപാറയിലുണ്ടായ മണ്ണിടിച്ചിലാണ് സന്ധ്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് കാൽ നഷ്ടപ്പെട്ടത്. ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സ ഏർപ്പാടാക്കിയതും കൃത്രിമക്കാൽ വയ്ക്കുന്നതിനു വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തതും നടൻ മമ്മൂട്ടിയും അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രസ്ഥാനമായ കെയർ ആൻഡ് ഷെയറും ചേർന്നാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മമ്മൂക്കനെ കാണുന്നത്. ഹോസ്പിറ്റലിൽ ഇങ്ങനെ റിവ്യൂവിന് വന്നപ്പോഴാണ് മമ്മൂക്ക ഇവിടെ അടുത്ത് ഷൂട്ടിങ്ങിനുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ അവിടെ വന്ന് മമ്മൂക്കനെ കണ്ടു. വീടിന്റെ കാര്യവും സ്ഥലത്തിന്റെ കാര്യവും എല്ലാം ഇതാക്കിയിട്ടുണ്ടെന്നാണ് മമ്മൂക്ക പറഞ്ഞത്. പയ്യെ നടക്കാം, 2-3 സ്റ്റെപ്പൊക്കെ വെക്കാം, കയ്യെ പിടിച്ചാൽ നടക്കാൻ പറ്റുള്ളൂ എന്നുള്ളൂ. മമ്മൂട്ടിയെ നേരിൽ കാണണമെന്ന സന്ധ്യയുടെ ആഗ്രഹപ്രകാരമാണ് നടൻ രാജഗിരി ആശുപത്രിയിലെത്തിയത്. കുഴപ്പമില്ല, പയ്യെ നടക്കാറാവണം. ചികിത്സയുടെ വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ മമ്മൂട്ടി സാരിയും ചെടിയും സമ്മാനിച്ചാണ് സന്ധ്യയെ യാത്രയാക്കിയത്. മണ്ണിടിച്ചിലിൽ സർവവും നഷ്ടമായ സന്ധ്യയ്ക്ക് സ്ഥലവും വീടും നൽകുന്നതിനുള്ള നടപടികൾ ഉടനെടുക്കാം എന്ന ഉറപ്പും നൽകി. ജനം, കൊച്ചി.